എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരത് മല്ലു വ്ളോഗ്സ്. ഇന്ന് നമുക്ക് കോവളം ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഫിഷിംഗ് സ്പോട്ടുകളും കാര്യങ്ങളും, പിന്നെ കുറച്ച് നമുക്ക് ബീച്ചിലോട്ടൊന്ന് ഒരു റൗണ്ട് അടിക്കാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ വിടാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇവിടുത്തെ ഓരോ കല്ലുകൾക്ക് ഓരോ പേരുകളുണ്ട്. അതൊന്നും ഒരു യൂട്യൂബർ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഈ നേരെ കാണുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് അമ്പലത്തിൽ മൂല എന്ന് പറയും. മെയിനായിട്ട് ഇപ്പോഴത്തെ ടൈമിൽ ഒരു ഫിഷിംഗ് സ്പോട്ടാണ്. പിന്നെ ഈ കടൽ കയറി നിൽക്കുന്ന സ്ഥലത്തൂടെ നമുക്ക് സീസൺ ടൈമാണെങ്കിൽ ഇതിലേക്കൂടി നമുക്ക് നടന്നു പോവാം, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ തന്നെ ഫിഷിങ്ങിന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൗണ്ട് അടിച്ച് വേറൊരു വഴി കൂടിയാണ് പോകുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോഴിതിലേ കൂടി പോകാൻ കുറച്ച് റിസ്ക്കാണ്. കാരണം കടലിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കടലിനെ വിശ്വസിക്കാൻ പറ്റില്ല. സൈലൻ്റായിട്ട് കിടക്കും. എപ്പോഴാണ് അപകടം വരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ്, അതാണ് കടലടി കുറവ്. ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കടലടി നല്ല ശക്തമായിട്ട് വരും. ഇപ്പം ബീച്ചിലോട്ടൊന്നും ആരെ അലോഡൊന്നുമില്ല. ബീച്ചിന് നമുക്ക് മുകളിൽ വഴി കൂടി പോകാം. ബീച്ചിലാരും അങ്ങനെ ഇറക്കാറില്ല എപ്പോഴും. കാരണം ഇപ്പം കുറച്ച് ഈ ബീച്ച് നിങ്ങൾക്ക് രാവിലെ ആയതുകൊണ്ടാണ് ഇത്രയും. നമുക്ക് നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ ഈ കടൽ ഇങ്ങോട്ട് കയറി വരും. നമുക്ക് നേരെ ആ ലാസ്റ്റ് എൻഡ് വരെ ഒന്ന് പോകാം. ഈ കല്ലാണ് മെയിൻ ഇവിടുത്തെ ഫിഷിംഗ് സ്പോട്ട് വന്നിട്ട്. ഈ കല്ലിനൊരു പേരുണ്ട്. ഇത് ഞാൻ അവിടെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാവിലത്തെ വ്യൂ എങ്ങനെ ഉണ്ട്? ഇതൊക്കെ ഇവിടെ കടകളുള്ള സ്ഥലങ്ങളാണ്. ബീച്ച് ഉള്ളപ്പോൾ ഇവിടെ മൊത്തം കടയാണ് നിരത്തി. ചായക്കടകളുണ്ട്, പിന്നെ പൈനാപ്പിൾ മാങ്ങ വയ്ക്കുന്ന കടകളുണ്ട്, ടോയ്സ് കടകളുണ്ട്, തുണിക്കടകളുണ്ട്. ഇതാണ് ഇവിടെ ആ ഭാഗത്തുനിന്ന് ഇവിടുത്തെ ലാസ്റ്റ് എൻഡ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഇവിടെ നിന്ന് അടുത്ത പാർട്ട് തുടങ്ങിയാണ്. അതായത് ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽസാണ്. സീറോക്ക് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. പിന്നെ എനിക്ക് കുറച്ച് പ്ലാനിങ്സ് ഉണ്ട്. അതായത് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡ് സ്പോട്ടുകൾ. കാരണം ഇവിടെ കുറേ വെറൈറ്റി സീ ഫുഡ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ഒരു പ്ലാനിങ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറിയാൽ മതി. ഓഷനെറ്റ് എന്നാണ് പേര്. പിന്നെ ഈ കാണുന്നത് ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്, സീ ഫേസ്. പിന്നെ നേരെ കാണുന്നതെല്ലാം ഇനി തൊട്ട് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ് കാര്യങ്ങളാണ്. നേരെ ഫ്രണ്ടിലോട്ട് പോകുന്നത്. നമ്മളിപ്പം ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ കല്ലിനൊരു പേരുണ്ട്. ഈ കല്ലിൻ്റെ പേരാണ് ഇടക്കല്ലെന്ന് പറയും. അടിപൊളി സ്പോട്ടാണ്. നമുക്ക് അവിടെയും കൂടി ഒന്ന് കവർ ചെയ്യാം. ഇനി തൊട്ട് റെസ്റ്റോറൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഈ സൈഡ് കണ്ടില്ലേ, ഇവിടെ മൊത്തം റെസ്റ്റോറൻറ്റ് ഹോട്ടൽസുമാണ്. രാവിലെ ആയതുകൊണ്ടാണ് ഈ സൈഡിലുള്ള കടകളൊക്കെ തുറക്കുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ നല്ല സ്പോട്ടുകളുണ്ട് ഫുഡിൻ്റെ തന്നെ. ഈ വീഡിയോ നമ്മൾ പകുതി വരെ ഇന്ന് ഫസ്റ്റ് പാർട്ടാണിത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്. അതിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്.
എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ പോകുന്നതെല്ലാം ഇതൊക്കെ കടകളും ഹോട്ടൽസുമാണ്. ഇത് റെസ്റ്റോറൻറ്റിലെ മെനു ആണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് പാം ബീച്ച്. നിങ്ങൾ ഈ കാണുന്നത് ഇത് കണ്ടില്ല, അടിപൊളിയാണ്, കാണാൻ അടിപൊളി, നേരിട്ടാണ് അടിപൊളിയാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഹോട്ടലാണ്, അടിപൊളിയാണ്, നീലകണ്ഠ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സൂപ്പറാണ്. ഇവിടുത്തെ നല്ല സ്പെഷ്യൽ സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഇവിടെ ഒരു വീഡിയോ എടുക്കുന്നത്. സൂപ്പറായിട്ടുള്ള സീ ഫുഡാണ്, വെറൈറ്റീസാണ് ഇവിടുത്തെ. കണ്ടില്ലേ ലൈറ്റ് ഹൗസ്? ലൈറ്റ് ഹൗസ് രാവിലത്തെ വ്യൂ ആണത്. ക്ലാരിറ്റി ഉണ്ടോയെന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇതുവരെ ആയിരിക്കും ഫസ്റ്റ് പാർട്ട് എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഇടക്കല്ലെന്ന് പറയുന്നത്, അങ്ങോട്ട് നമുക്ക് പോവാം. സെക്കൻഡ് പാർട്ട് ഇത് മുതൽ ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ മൊത്തം കവർ ചെയ്ത് വരും. അപ്പോഴും നമുക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പോവാം. ഇപ്പോൾ ഇത്രയും ഇവിടെയൊക്കെ നല്ല കടൽ താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന ഏരിയയാണ്. ഇപ്പോഴും ഈ മൺസൂൺ ടൈം ആയതുകൊണ്ടാണ് കടൽ ഇങ്ങോട്ട് കയറി നിൽക്കുന്നത്. നമുക്ക് നേരെ കാണുന്നിടത്താണ് പോകേണ്ടത്. അതാണ് നമ്മുടെ മെയിൻ ഫിഷിംഗ് സ്പോട്ടായിട്ടുള്ള എടക്കല്ലെന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെ അവിടെ നിന്നും വേറെ അടിപൊളി അതിൻ്റെ അപ്പുറം ഒരു സ്ഥലമുണ്ട്. പക്ഷേ നമുക്ക് ഈ സമയം അങ്ങോട്ട് പോകാൻ നോക്കിയാൽ നമ്മൾ പിന്നെ കാണില്ല. ആ സ്ഥലവും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴും നമുക്ക് അങ്ങോട്ട് പോവാം. രാവിലത്തെ വ്യൂ ആണിത്. അപ്പോഴേ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വെള്ളം കയറി വന്ന സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ നടന്നു വരേണ്ട സ്ഥലങ്ങളാണ്. ഇത് നിങ്ങൾക്ക് പബ്ലിക്കിന് ഈ കാണുന്നില്ല, ഇവിടെയെല്ലാം നമുക്ക് നടന്ന് പാസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ്. ഇനി എന്തായാലും സെപ്റ്റംബർ കഴിയും ബീച്ചിലോട്ട് ആളെ ഇറക്കണമെങ്കിൽ. പിന്നെ ഈ സൈഡും വേറൊരു സ്ഥലമുണ്ട്. ഇത് നമുക്ക് അടുത്തൊരു പാർട്ടിൽ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് മെയിനായിട്ടുള്ള ഏരിയകളുണ്ട് ആ സൈഡ്. ഇതാണ് നമ്മുടെ എടക്കല്ലെന്ന് പറഞ്ഞ സ്ഥലം. വീഡിയോ കുറച്ച് ഷെയ്ക്കായിരിക്കും. ഇതാണ് എടക്കല്ല്. അപ്പോഴും നമുക്കിതിൻ്റെ മേളിലോട്ട് കയറി നമുക്ക് കാണാം. ഇപ്പോഴത്തെ ഒരു വ്യൂ ആണ്. വീഡിയോ ഒരു ക്വാളിറ്റിയും കൂടി ഒന്ന് പറയണേ എങ്ങനെയുണ്ടെന്ന്. അതായത് നമ്മൾ ഈ കയറിപ്പോകുന്ന ഈ കാണുന്ന മാമനാണ് ഇവിടുത്തെ മെയിൻ ഫിഷർമാൻ. പിന്നെ ഇവിടെ കല്ലുമേക്ക എടുക്കാനൊക്കെ ചാടും. നമ്മളെ ഫാദറിൻ്റെ ഫ്രണ്ടാണ്. പേര് വന്നിട്ട് സുധി. കണ്ടില്ലേ, ആ
ഏരിയ ഉണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് നേരെ കാണുന്ന ആ കല്ല്, അവിടെ നമുക്ക് പോകാൻ പറ്റും. അവിടെ ഒരു വേറൊരു ലോകമെന്ന് പറയാം. പക്ഷേ ഈ സമയത്ത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല. അത് ഞാനിവിടെ സീസൺ കഴിയുമ്പോൾ ഒരു സമയം നിങ്ങൾക്ക് ആ സൈഡ് കൊണ്ട് കാണിക്കാം. അതൊന്നും നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും നിങ്ങൾ, കാരണം ഒരു യൂട്യൂബേഴ്സിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. ഇപ്പോഴുണ്ടല്ലേ നല്ല കടലടിയും കാര്യങ്ങളുമാണ്. പുള്ളിയുടെ മീൻ പിടിക്കാനാണ് ഇപ്പോഴും വന്നത്. പക്ഷേ കടലടി കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പാറ മൊത്തം എന്താ നനഞ്ഞ് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പുള്ളി തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഫിഷിംഗ് വീഡിയോ ആണ് അത് മെയിനായിട്ട് വരുന്നത്. കണ്ടില്ലേ, ഇവിടെയൊന്നും അങ്ങനെ പബ്ലിക്കിനൊന്നും ഈ സ്ഥലത്തൊന്നും ആരെയും കയറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇവിടോട്ടൊന്നും അലൗഡില്ല. കാരണം ഇത് ഡേഞ്ചറസ് സ്ഥലമാണ് ഇവിടെ വന്നിട്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.